ലേഡീസ് ഹോസ്റ്റലിൽ രാവിലെയും വൈകിട്ടും ഞാൻ പാല് കറന്നെടുത്തിട്ട് കൊണ്ട് കൊടുക്കും. അങ്ങനെ സംഭവിച്ച കാര്യങ്ങളാണ് ഇന്ന് വിജി പറയുന്നത്. മാഡം, എൻ്റെ പേര് വിജി. എനിക്ക് 43 വയസ്സുണ്ട്. കുട്ടികൾ 2 പേരുണ്ട്. 2 പെൺമക്കളാണ്. അവർ പഠിക്കുകയാണ്. ഒരാൾ നേഴ്സിംഗിന് പഠിക്കുന്നു, ഇളയ മകൾ ബിഫാമിനും. 2 പേരെയും ഞാൻ കഷ്ടപ്പെട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന് കാരണം എൻ്റെ ഭർത്താവും ഞാനും കൂടി പ്രേമവിവാഹമായിരുന്നു. വീട്ടുകാരുടെ വലിയ സപ്പോർട്ടൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല. ഭർത്താവിന് ഒരു കമ്പനിയിൽ ജോലിയുണ്ട്, നല്ല വരുമാനമൊക്കെ ആദ്യമുണ്ടായിരുന്നു. കുട്ടികൾ 2 പേരുമായി കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് പതുക്കെ മദ്യപാനം തുടങ്ങി. നിർത്താനൊക്കെ സ്നേഹത്തിൽ ഞാൻ ഉപദേശിച്ചതാണ്. പക്ഷേ എന്ത് ചെയ്യാനാണ്, പുള്ളി നിർത്തുന്നില്ല. കാലക്രമേണ അത് കൂടിക്കൂടി വന്നു. പണം തികയാതായി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ ഡിഗ്രിയൊക്കെ പാസ്സായതാണെങ്കിലും എനിക്ക് ജോലിക്കൊന്നും പോയി ഒരു പരിചയവുമില്ല. പിന്നെ എങ്ങനെയാണ് പോകുന്നത്? ഒന്നുമില്ല താനും. പക്ഷെ ഞാൻ ജോലിക്ക് പോയി പണം സമ്പാദിക്കാൻ എൻ്റെ ഭർത്താവ് സമ്മതിക്കുകയില്ല. അങ്ങനെയാണ്. പിന്നെ മൂത്ത മകൾ +1 ആയി കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ പ്രശ്നങ്ങൾ കൂടുതലായി. എൻ്റെ അമ്മ എൻ്റെ വീട്ടിൽ തനിച്ചാണ് താമസിക്കുന്നത്. ആരുമില്ല. അമ്മയുടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അന്ന് ആദ്യമായി ഞാൻ കരഞ്ഞു. അമ്മയ്ക്കറിയില്ലായിരുന്നു ഞാൻ അത്രയ്ക്കും ബുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നതെന്ന്. അപ്പം അമ്മ പറഞ്ഞു, എങ്കിലൊരു കാര്യം ചെയ്യാടി, ഞാൻ ഇവിടുത്തെ പശുവിനെയും കൊണ്ട് അങ്ങോട്ടേക്ക് വരാം. ഞാൻ കുറച്ചുനാൾ അവിടെ താമസിക്കാം. പശുവിനെ കറക്കാൻ എനിക്കിപ്പോൾ ബുദ്ധിമുട്ടാണ്. നീ കറന്ന് അതിന് പാലെടുത്ത് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വരുമാനമാകും. നല്ല കറവയുള്ള പശുവാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി, അത് കൊള്ളാം. ഇവിടെ നഗരത്തിനോട് അടുത്താണ് വീട്. 20 സെന്റ് സ്ഥലവുമുണ്ട്. അപ്പോൾ പശുവിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെയാണ് പശുവിനെ കൊണ്ടുവന്നത്. അമ്മ കറക്കും, അതിനെ കൂട്ടത്തിൽ ഞാനും കറക്കും. പിന്നെ അടുത്തടുത്ത വീടുകളിലായിരുന്നു ആദ്യം കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം ഞാൻ പാല് കൊടുത്തിട്ട് നടന്നു വരുന്ന വഴിയിൽ ഒരു സ്ത്രീ, അതും നല്ല സുന്ദരിയായ 40-45 വയസ്സുണ്ട്. അവരെന്നോട് ചോദിച്ചു, പാലുണ്ടോ വീട്ടിൽ? ഞാൻ പറഞ്ഞു, ഇപ്പൊ കുറെ വീടുകളിൽ കൊടുക്കുന്നുണ്ട്, ഒരു കുപ്പിയൊക്കെ വേണമെങ്കിൽ തരാൻ കാണും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരി പറഞ്ഞു, ദേ, ഞങ്ങൾക്കിവിടെ ഒരു ലേഡീസ് ഹോസ്റ്റലുണ്ട്, അവിടേക്ക് പാൽ സപ്ലൈ ചെയ്യാമോ? മൊത്തം പാല് വേണമെങ്കിലും ഞാൻ എടുത്തോളാം, വേറെ പ്രശ്നമൊന്നുമില്ല, ഞാനവിടെ നോക്കി നടത്തുന്ന ആളാണ് എന്ന് പുള്ളിക്കാരി പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇപ്പൊ വീടുകളൊക്കെ കൊടുക്കാണ്, സാരമില്ല, ഞങ്ങളിലേക്ക് മാറൂ, അവർ തരുന്നതിനേക്കാൾ കൂടുതൽ ക്യാഷ് ഞാൻ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പതുക്കെ പതുക്കെ ലേഡീസ് ഹോസ്റ്റലിലേക്ക് ഞാൻ എല്ലാ പാലും സപ്ലൈ ചെയ്യാൻ തുടങ്ങി. രാവിലെ ഉള്ള പാലും കൊണ്ട് ഞാൻ ലേഡീസ് ഹോസ്റ്റലിൽ പോകും, വൈകിട്ട് പോകും. അപ്പോൾ രാവിലെ അവിടെ 2 കുക്കുകളുണ്ട്. അവരെന്നോട് പറയും, ഞങ്ങൾ 2 പേരിൽ ആരെങ്കിലും ഒരാൾ ലീവ് എടുക്കുന്ന സമയത്ത് ഇവിടെ ഒന്ന് നിൽക്കാമോ, ഞങ്ങളെ സഹായിക്കാൻ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പൈസ കിട്ടും എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. അതിനെന്താ, സഹായിക്കാമല്ലോ എന്ന് ഞാനും പറഞ്ഞു. അങ്ങനെ ഇടയ്ക്ക് ഞാൻ അവിടെ പോകും. രാവിലത്തെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് വീട്ടിൽ വരും പാല് കൊടുത്തിട്ട്. പിന്നെ ഉച്ചയ്ക്ക് ഉണ്ടാക്കാൻ സഹായിക്കും. വൈകിട്ടും ചപ്പാത്തിയോ കറിയോ ലഘു ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ സഹായിക്കുമായിരുന്നു. 40 പെൺകുട്ടികൾ ആ ലേഡീസ് ഹോസ്റ്റലിൽ താമസിക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥരുണ്ട്, അല്ലാത്തവരുണ്ട്. എല്ലാവരും നല്ല പണമുള്ള വീട്ടിലെ പെൺകുട്ടികളാണ്. കാണാനും നല്ല സുന്ദരികൾ. പിന്നെ അവർക്ക് നല്ല രുചികരമായ ഭക്ഷണം വേണമെന്ന് നിർബന്ധമാണ്. എത്ര പേയ്മെന്റ് വേണമെങ്കിലും കൊടുക്കും. അതുകൊണ്ടാണ് അവിടുത്തെ മേട്രനായ ശോഭ മാം എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നല്ല പശുവിൻ പാലിന്റെ കാര്യമൊക്കെ പറഞ്ഞത്. എന്തായാലും അവിടുത്തെ ഒരു സ്വന്തം സഹചാരിയായി ഞാൻ മാറുകയായിരുന്നു. പെൺകുട്ടികളെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഓർത്തു, എൻ്റെ മക്കൾ ഇതുപോലെ ഹോസ്റ്റലിൽ പോയി നിൽക്കുകയല്ലേ എന്ന്. പക്ഷേ ഇവിടെയുള്ള പെണ്ണുങ്ങളെല്ലാം മഹാകുഴപ്പക്കാരികളാണെന്നാണ് പാചകം ചെയ്യുന്ന 2 സ്ത്രീകളും പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, മാഡം ആണെങ്കിൽ അവർക്കെല്ലാം സപ്പോർട്ടാണെന്നും ഇവിടെ പുറകുവശത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെ കുറെ വാഴക്കൂട്ടം നിൽപ്പുണ്ട്. അതിൻ്റെ അടുത്ത് നിന്ന് പലപ്പോഴും ഉപയോഗിച്ചു കഴിഞ്ഞ ചില കവറുകൾ കിട്ടിയെന്നാണ് ആ ചേച്ചിമാർ പറയുന്നത്. ഈ കാര്യങ്ങൾക്കെല്ലാം ഇവിടുത്തെ മാഡം കണ്ണടച്ചു കൊടുക്കും. പുറകുവശത്ത് CCTV വെച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. നല്ല മതിലൊക്കെയാണ്, പക്ഷേ അതൊക്കെ ചാടിക്കടന്ന് ആളുകൾ വരുമെന്ന് ഈ കുക്ക് ചേച്ചിമാരെ എപ്പോഴും പറയും. ഞാൻ പറഞ്ഞു, അതിപ്പോൾ അവരുടെ ഇഷ്ടമല്ലേ, എന്തെങ്കിലും കാണിക്കട്ടെ, നമ്മുടെ മക്കളൊന്നും അല്ലയോ എന്നുള്ളതായിരുന്നു. എങ്കിലും അവർക്ക് 2 പേർക്കും അവിടെ നടക്കുന്ന പല കാര്യങ്ങളും അത്ര ഇഷ്ടമല്ല. പക്ഷേ നല്ല ശമ്പളവും സ്വാതന്ത്ര്യമൊക്കെ ഉള്ളത് കൊണ്ട് അവർ ഇവിടെ നിൽക്കുകയാണ്. എന്തായാലും മാഡത്തോട് ഞാനതൊന്നും പറയാൻ പോയില്ല. വെറുതെ ഗോസിപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പണം സമ്പാദിക്കാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുമല്ലോ എന്ന് ഞാൻ ഓർത്തു. എന്തായാലും ആ കുക്കുമാർ ഞാൻ വന്നതിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുക്കും. അപ്പം ഒരു ദിവസമുള്ള 800 രൂപയോ അല്ലെങ്കിൽ ചിലപ്പോൾ 1000 രൂപയൊക്കെ മാഡം എനിക്കാണ് തരുന്നത്. അതെനിക്ക് വലിയൊരു അനുഗ്രഹമായിരുന്നു മാഡം. ഭർത്താവിൻ്റെ കൂടി ഒട്ടും നിർത്തുന്നുമില്ല, അങ്ങേരൊട്ട് കാശ് സ്വരൂപിക്കുന്നുമില്ല. എണ്ണിച്ചുട്ടപ്പം പോലെ കിട്ടുന്നതിൽ നിന്ന് എങ്ങനെയാണ് 2 കുട്ടികളെ പഠിപ്പിക്കുക? ലോണുണ്ട്, എന്നാലും ചില പെൺകുട്ടികൾക്ക് നമ്മളെ ഒട്ടും
ഒട്ടും ഇഷ്ടമല്ല. ചില പെൺകുട്ടികൾ വളരെ സന്തോഷത്തോടുകൂടി സംസാരിക്കുകയും പരിചയപ്പെടുകയും ഒക്കെ ചെയ്യും. അതിനിടയ്ക്കാണ് ഒരു ദിവസം ഉച്ചയ്ക്ക് കഴിക്കാനിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും നല്ല സുന്ദരി കുട്ടിയാണ് അവള്, ഏതോ വലിയ വീട്ടിലെയാണ്. എന്നെ അടുത്തേക്ക് വിളിച്ചു. എന്താ മോളെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, ചേച്ചി വരുന്ന ദിവസങ്ങളിൽ ഭക്ഷണത്തിന് നല്ല രുചിയുണ്ട്, പണ്ടത്തിനേക്കാൾ നല്ല രുചിയാണ്, ചേച്ചിക്ക് സ്ഥിരമായിട്ടിവിടെ നിന്നുകൂടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇവര് രണ്ട് കുക്കുമാരുണ്ടല്ലോ, ഒരാൾ ലീവ് ആകുമ്പോഴാണ് ഞാൻ വരുന്നത്, എൻ്റെ വീട് ഇവിടുന്ന് 1 കിലോമീറ്റർ അപ്പുറത്താണ് എന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവൾ എന്നോട് കാര്യമായ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ ആ സമയത്ത് സ്ത്രീയല്ലേ, അതുകൊണ്ട് എൻ്റെ വീട്ടിലെ ബുദ്ധിമുട്ടും ഭർത്താവിൻ്റെ സ്വഭാവമെല്ലാം ആ പെൺകുട്ടിയോട് 2-3 ദിവസം അടുപ്പിച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും തത്ത പറയുന്ന പോലെ അങ്ങ് പറഞ്ഞു. പിന്നെയും ഞാൻ ഒരു ദിവസം പണത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, ആ ചേച്ചി, പണം വേണമെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് സമ്പാദിക്കാനാണോ പറ്റാത്തത്, എന്ത് വഴി വേണമെങ്കിലും ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു, എനിക്ക് പേടിയാ മോളെ, അങ്ങനെയുള്ള പരിചയങ്ങളൊന്നുമില്ല, പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ പോയി പണം സമ്പാദിച്ചു കഴിഞ്ഞാൽ അത് നിലനിൽക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, പിന്നെ ആരാ പറഞ്ഞത്, പണം സമ്പാദിക്കാനും സൂക്ഷിച്ചു വെക്കാനും അറിയാമെങ്കിൽ അതെങ്ങും പോകില്ല, മോൾ എന്താ പറഞ്ഞു വരുന്നേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ എന്നോട് പറഞ്ഞു, ചേച്ചി വെളുത്തു തുടുത്ത ഒരു സ്ത്രീയാണ്, പിന്നെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിയുടെ യഥാർത്ഥ പ്രായമൊട്ട് പറയുകയില്ല, പക്ഷേ ഒരു നാടൻ സ്ത്രീയായിട്ടിരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിക്ക് 10 പൈസ സമ്പാദിക്കാൻ പറ്റില്ല. ചേച്ചി കുറച്ചുകൂടെ മോഡേൺ ആകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ കൂടെ വന്നാൽ മതി, ചേച്ചിയുടെ കടങ്ങളെല്ലാം വിത്തിൻ 1 ഇയർ നമുക്ക് തീർക്കാം. എൻ്റെ പൊന്നു മോളെ, ഇത്തരം കാര്യങ്ങളൊന്നും മാനേജ് ചെയ്യാൻ എനിക്ക് കഴിവില്ല, എനിക്ക് പേടിയാ. അപ്പോൾ അവൾ എന്നോട് ചോദിച്ചു, അല്ല ചേച്ചി പ്രേമിച്ച് കല്യാണം കഴിച്ചാണെന്നല്ലേ പറഞ്ഞത്? അതെ, ഭർത്താവുമായിട്ട് എങ്ങനെയാണ്? ആ, പണ്ടൊക്കെ നല്ല രീതിയിലായിരുന്നു, ഇപ്പൊ പിന്നെ പുള്ളി കുടി തുടങ്ങിയതിൽ പിന്നെ ഒന്നുമില്ല എന്നുള്ള അവസ്ഥയാണ്. പുള്ളിയുടെ ഇൻട്രസ്റ്റുകൾ എന്തൊക്കെയാ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്താ മോളെ എങ്ങനെ ചോദിക്കുന്നത്, ചേച്ചി പറ. ഞാൻ പറഞ്ഞു, മുന്നും പിന്നും എല്ലാം ഇഷ്ടമാണ്, ഭർത്താവ് എന്ത് പറഞ്ഞാലും ചേച്ചി അനുസരിക്കുമോ? ഞാൻ പറഞ്ഞു, ആ, പ്രേമിച്ച് കല്യാണം കഴിച്ചല്ലേ, അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ മറ്റുള്ളവരെ പോലെയല്ല, നല്ലൊരു ബന്ധമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവൾ പിന്നെയും എന്നോട് ഡീറ്റെയിൽസ് ആയിട്ട് ചോദിച്ചു, ചേച്ചി പുള്ളിക്ക് എന്തൊക്കെയാണ് ഇഷ്ടം, ആ കാര്യങ്ങളിലൊക്കെ ചേച്ചി മുൻകൈ എടുത്ത് എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കാറുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മോളെ ചേച്ചി പറ, ഒരു പ്രശ്നവുമില്ല. അങ്ങനെ അവൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭർത്താവിൻ്റെ യഥാർത്ഥ സ്വഭാവങ്ങളും കല്യാണം കഴിച്ചപ്പോൾ എങ്ങനെയായിരുന്നു എന്നുള്ളതും പിന്നെ ഇപ്പോഴെങ്ങനെയാണെന്നുള്ളതും ഒക്കെ ഞാൻ പിന്നെയും ഒന്നുകൂടി വിവരിച്ച് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി ഒരു ഡിഗ്രി എടുത്തവളാണ്. അതേ മോളെ, എനിക്ക് BSc ഡിഗ്രി ഉണ്ട്. അതല്ല ഞാൻ പറഞ്ഞത്, ചേച്ചി ഈ കാര്യത്തിലൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അങ്ങനെ പറയരുത്, എൻ്റെ ഭർത്താവാണ് എൻ്റെ കൺകണ്ട ദൈവം, അതാ പറഞ്ഞത്. എന്നാലും കാര്യങ്ങളെല്ലാം നന്നായിട്ട് അറിയാം. അത് പിന്നെ മോളെ എനിക്കറിയാം. ആ, എങ്കിൽ പിന്നെ ചേച്ചി സക്സസ് ആകും. മോള് പറഞ്ഞ പോലൊന്നും എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. പറ്റും ചേച്ചി. എന്തായാലും ഭർത്താവിന് ഇത്രയും പ്രായമായി, അയാൾ കുടിച്ച് ഉത്തരവാദിത്തമില്ലാതെ നടക്കുകയാണ്, അതുകൊണ്ട് ചേച്ചിക്ക് ഒരു പ്രയോജനവുമില്ല. മാനസികമായ ഗുണമുണ്ടോ? അതുമില്ല. ആക്ടിവിറ്റീസിൽ ഗുണമുണ്ടോ? അതുമില്ല. കുട്ടികളുടെ കാര്യത്തിൽ ഗുണമുണ്ടോ? കുടുംബത്തിന് ഗുണമുണ്ടോ? ഒന്നുമില്ല. എല്ലാം ശരിയാ മോളെ, എന്നാലും ഭർത്താവിനെ വഞ്ചിക്കണ്ടേ? ചേച്ചി, തൽക്കാലം ചേച്ചിക്ക് ഞാനൊരു ട്രയൽ ഓഫർ തരാം. എന്താ മോളെ അത്? ആദ്യത്തെ ഘട്ടത്തിൽ ചേച്ചി വിശദമായിട്ടുള്ള ഒരു കാര്യത്തിലേക്കും കടക്കണ്ട. ചേച്ചി ശരിക്കും അറിയാവുന്ന ഒരു കാര്യം പ്രയോഗിച്ചാൽ മതി. അതെന്താ മോളെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ എന്നെ ആംഗ്യം കാണിച്ചു. ചേച്ചി, വാ സംസാരിക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ, വായ കൊണ്ട് എന്തെല്ലാം ഉപകാരങ്ങൾ ഉണ്ടാക്കാം. അതുകൊണ്ട് ചേച്ചി അതിൽ എക്സ്പെർട്ട് ആണെന്നല്ലേ പറഞ്ഞത്? മോളെ, എൻ്റെ ഭർത്താവിന് ഓക്കെ ആയിരുന്നു. ആ, ഭർത്താവിന് ഓക്കെ ആണെങ്കിൽ പിന്നെ എന്താ ഇത്രയും വർഷം? അപ്പൊ ചേച്ചിക്ക് ആ കാര്യത്തിൽ നല്ല രീതിയിലുള്ള ഒരു അനുഭവ പരിചയമുണ്ട് മോളെ. എന്നാലും ഞാൻ പറയാം, എന്തായാലും ചേച്ചിക്ക് ഒരു റൂമിലേക്കോ ഹോട്ടലിലേക്കോ ഒന്നും പോകാൻ കഴിയുകയില്ല. എന്നാലോ വീട്ടിലേക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെ സ്വീകരിക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു ഐഡിയ ഞാൻ പറയാം. കാറിലായിരിക്കും ചേച്ചിയെ കാണാൻ വേണ്ടിയിട്ട് ആളുകൾ വരുന്നത്. പിന്നെ ചേച്ചി ഞാൻ സുന്ദരിയാക്കി മാറ്റിയെടുക്കും, നല്ലൊരു ആൻറ്റി. അപ്പോൾ കാറിൻ്റെ പുറകുവശത്തായിരിക്കും നമ്മുടെ യഥാർത്ഥ സ്റ്റേജ് ഒരുങ്ങുന്നത്. പക്ഷേ വരാൻ പോകുന്നത് ചേച്ചിയുടെ ഭർത്താവിനെ പോലെ കുടിച്ചു നടക്കുന്നവരോ പ്രായമുള്ളവരോ ഒന്നുമല്ല, നല്ല ചുള്ള ചെക്കന്മാരായിരിക്കും വരുന്നത്. അവരിലും ചില ആളുകൾക്ക് വലിയ പേടിയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വില ലോഡ്ജോ ഹോട്ടലുകളോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പേടിയുള്ള ആൾക്കാരുമുണ്ട്. അവർക്ക് വലിയ വലിയ കാര്യങ്ങളിലേക്കൊന്നും കടക്കാൻ താല്പര്യമില്ല.
ചെറിയ കാര്യങ്ങൾ, എന്നാൽ ആന്റികളെ ഒത്തിരി ഇഷ്ടവുമാണ്. അങ്ങനെ നോക്കുമ്പോഴേക്കും ഞാൻ കാർ ഓടിക്കും, പുറകുവശത്ത് ചേച്ചിയും എൻ്റെ സുഹൃത്തുക്കളും അവിടെ ഇരിക്കും. ആ സമയത്ത് അവരുടെ കുസൃതികൾ ഉണ്ടാകും. അതൊക്കെ ആസ്വദിക്കാൻ ചേച്ചിക്ക് മടിയുണ്ടാകില്ല. കാര്യം ഭർത്താവെന്ന് പറയുന്ന ആളിൽ നിന്ന് തൽക്കാലം പ്രയോജനമൊന്നുമില്ലല്ലോ. ചേച്ചി എന്തിനാണ് വെറുതെ ഇങ്ങനെ പശുവിനൊക്കെ കറന്ന് ബുദ്ധിമുട്ടുന്നത്? അതിന് കാര്യമില്ല. അപ്പോ ആ ഒരു ഘട്ടം കഴിയുമ്പോഴേക്കും ചേച്ചി ഈ പറഞ്ഞതുപോലെ നന്നായിട്ട് തലയൊന്ന് കറക്കണം. അതിൽ കൂടി വന്നാൽ എത്ര മിനിറ്റ് എടുക്കും? 10 മിനിറ്റോ 20 മിനിറ്റോ എടുക്കും, അത്രേ ഉള്ളൂ. വളരെ കുറച്ച് സമയം കൊണ്ട് നമ്മൾ തിരിച്ചു വരും. വരുന്നവർക്ക് സന്തോഷം, ചേച്ചിക്കാണെങ്കിൽ ഒരുമാതിരി നല്ല പേയ്മെന്റ് കിട്ടുകയും ചെയ്യും. പാതി എനിക്ക്, പാതി ചേച്ചിക്ക്. ചേച്ചി എന്ത് പറയുന്നു? മോളെ, നിന്നെ കണ്ടു കഴിഞ്ഞാൽ വലിയൊരു വീട്ടിലെ പെൺകുട്ടിയാണെന്ന് പറയുമല്ലോ, നിനക്ക് എന്തിനാണ് ഈ പൈസയൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, പൈസ എല്ലാ മനുഷ്യർക്കും ആവശ്യമാണ്. അതിപ്പോൾ വലിയ വീട്ടിലാണെന്നോ ചെറിയ വീട്ടിലാണെന്നോ ഒന്നുമില്ല. ഓരോരുത്തർക്കും പേഴ്സണലി ഓരോ പ്രശ്നങ്ങൾ കാണും ചേച്ചി. പുറമേ കാണുന്ന പോലെയല്ല മനുഷ്യർ. ചേച്ചി എൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഈ പ്രസ്ഥാനത്തിലേക്ക് ചേച്ചിക്ക് സ്വാഗതം. ഇഷ്ടംപോലെ ആളുകളെ എനിക്കറിയാം. അങ്ങനെയാകുമ്പോൾ ചേച്ചിക്ക് നല്ലൊരു തുക സമ്പാദിക്കാൻ പറ്റും. പിന്നെ പതുക്കെ പതുക്കെ ചേച്ചിക്ക് ധൈര്യമായി കഴിയുമ്പോഴേക്കും ഇതിലും വലിയ ഡീലുകൾ നമ്മൾ ദൂരയാത്ര പോവുകയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കുള്ള ധൈര്യമുണ്ടാകും. ഇപ്പോൾ ഇത് ചേച്ചിക്ക് ഓക്കെ ആയാൽ ചേച്ചി പച്ച പിടിക്കും. പിന്നെ ഓർക്കുക, എന്തായാലും ഭർത്താവിനെ വഞ്ചിക്കാന്ന് പറയാൻ പറ്റില്ല. കാര്യം പതിവ്രതാ സ്ഥാനം നഷ്ടപ്പെടുന്നില്ല. കാര്യം പതിവ്രതാ സ്ഥാനം അവിടെ ഉപയോഗപ്പെടുന്നതേ ഇല്ല. അത് ചേച്ചി ആലോചിക്കുക. പിന്നെ ഈ കാര്യം ഇതാരറിയാനാണ്? ഒരു പ്രശ്നവുമില്ലാതെ കാര്യങ്ങൾ പെട്ടെന്ന് തീർക്കാനും പറ്റും. അത് ചേച്ചിയുടെ മിടുക്കനുസരിച്ചിരിക്കും. പിന്നെ പോകെ പോകെ ചേച്ചി എക്സ്പെർട്ടായി കഴിയുമ്പോഴേക്കും സമയം ചേച്ചിക്ക് സ്വന്തം കൺട്രോളിൽ വരുത്താൻ പറ്റും ചേച്ചി. അങ്ങനെ കാര്യങ്ങൾ ചേച്ചിയുടെ കൈവെള്ളയിൽ കിടന്ന് അമ്മാനമാടും എന്ന് അവൾ എന്നോട് പറഞ്ഞു. അവളുടെ ഐഡിയ കിട്ടി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ആകെ കൂടി പേടിയായി. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? ഈ കൊച്ചിന് വട്ടാണോ? വേറെ വല്ലതും വലിച്ചു കയറ്റി പറയുന്നതായിരുന്നു. ഞാനത് വെച്ച് നീട്ടി. അവൾ എന്നോട് പല സമയത്തും പറഞ്ഞു. പതുക്കെ എനിക്ക് മനസ്സിലായി അവൾ വളരെ സീരിയസ് ആയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്. അവൾ ഈ കാര്യത്തിൽ പ്രൊഫഷണൽ സമീപനമാണ് പുലർത്തുന്നതെന്ന് എനിക്ക് തോന്നി. അവൾക്കാണെങ്കിൽ പണം സമ്പാദിക്കാൻ നല്ല ആഗ്രഹവുമുണ്ട്. ഈ കോഴ്സ് കഴിഞ്ഞാൽ അവൾ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കോഴ്സിന് ഒത്തിരി ലക്ഷങ്ങളാകും. അതെല്ലാം അവൾ സ്വന്തം കയ്യിൽ നിന്ന് ഇടുമെന്നാണ് പറഞ്ഞത്. അതിനുള്ള എല്ലാ വഴികളും തേടുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ ചേച്ചിയുടെ കടമൊക്കെ പെട്ടെന്ന് തീരുമെന്ന് പറഞ്ഞു. അവൾ ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതിലെന്തോ കാര്യമുണ്ട്. ഞാൻ ആലോചിച്ച് നോക്കി, എൻ്റെ ഭർത്താവിനെ നോക്കിയിരുന്നിട്ട് എന്ത് ഗുണം? പിന്നെ പതിവ്രതയാകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ ഇവള് പറയുന്നതനുസരിച്ചിട്ട് പതിവ്രതാ സ്ഥാനം അവിടെ തന്നെ ഇരിക്കുകയാണല്ലോ, നഷ്ടപ്പെടുന്നില്ലല്ലോ. അപ്പൊ പിന്നെ ഈ കാര്യം നോക്കാം. പ്രേമിക്കുന്ന കാലം തൊട്ടേ ഭർത്താവിന്റെ ചെവിയിൽ പറയുമായിരുന്നു പുള്ളിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. അപ്പൊ പിന്നെ കല്യാണം കഴിഞ്ഞ ശേഷം ആക്റ്റീവായിരുന്ന എനിക്ക് ഇതിൽ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും വരാനില്ല. പിന്നെ ഇവള് പറയുന്നത് പോലെ എത്രയോ നാളായി ജീവിതത്തിൽ ഒരു സംഭവ വികാസങ്ങൾ നടന്നിട്ട്. അപ്പോൾ നോക്കാം. എന്തായാലും ഒരു റിസ്കിൽ ഇവളുടെ ഗുണം അറിയാമല്ലോ. ഇവളുടെ കൂട്ടുകെട്ട് ശരിയാകുമോ ഒന്നും എനിക്കറിയില്ല. എന്തായാലും ഒരു ദിവസം ഒന്ന് പോയി നോക്കാം. വല്ല ട്രാപ്പ് ആണെങ്കിൽ പ്രതികരിക്കാൻ ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടി. ഒരു ദിവസം അവൾ പറഞ്ഞതുപോലെ ഞാൻ ബസ് സ്റ്റോപ്പിൽ നിന്നു. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും ഒരു കാറിൽ അവൾ വന്നു. കാർ ഓടിച്ചത് എന്നേക്കാൾ പ്രായമുള്ള ഒരാളാണ്. ഇതാണോ ഇവള് പറഞ്ഞ ചുള്ളന്മാർ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. പക്ഷേ അയാള് അവിടുന്ന് ടാറ്റ പറഞ്ഞ് നടന്നു മുന്നോട്ടങ്ങ് പോയി. അവൾ എന്നോട് പറഞ്ഞു, ചേച്ചി പുറകിൽ കയറൂ, ഞാനാണ് വണ്ടി ഓടിക്കുന്നത്. ചേച്ചി 100% സേഫ് ആയിരിക്കും. അടുത്ത ജംഗ്ഷനിൽ നിന്നും നമ്മുടെ കൂടെ പറഞ്ഞ ആൾ കയറുമെന്ന് പറഞ്ഞു. അടുത്ത ജംഗ്ഷൻ എന്ന് പറഞ്ഞെങ്കിലും ഒരു 2-3 കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷമാണ് ഒരു സ്ഥലത്തു നിന്നും ഒരു പയ്യൻ കയറിയത്. ഞാൻ അവനെ കണ്ട് ഞെട്ടിപ്പോയി. ദൈവമേ, കൂടി വന്നു കഴിഞ്ഞാൽ 23 വയസ്സ് കാണും, അത്രേ ഉള്ളൂ. പക്ഷേ നമ്മൾ സിനിമയിലും സീരിയലും ഒക്കെ കാണുന്ന പോലെ സുന്ദരനായ ഒരു പയ്യൻ. അവൻ്റെ മുഖത്ത് നല്ല പരിഭ്രമമുണ്ട്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ഇതെൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. പിന്നെ ഇവൻ ഒരു പേടിത്തൊണ്ടനാണ്. ഇവൻ്റെ അച്ഛൻ അറിയപ്പെടുന്ന ഒരാളായതുകൊണ്ട് അവനെ ഇഷ്ടത്തിന് കറങ്ങി നടക്കാൻ പറ്റുന്നില്ലെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് കുറച്ച് പേടിയുമുണ്ട്. എന്നാലും നീ പേടിക്കേണ്ട കാര്യമില്ല മോനെ, ചേച്ചി നമ്മുടെ സ്വന്തമാണ്, ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് 10 മിനിറ്റ് അവൾ കാർ ഓടിച്ചു. അവിടെ പഴയൊരു സ്റ്റേഡിയം ഉണ്ട്. അവിടെ ഒന്നും അധികം ആളുകളൊന്നുമില്ല.
അതിൻ്റെ സൈഡിലേക്ക് കാർ കൊണ്ടിട്ടു. എന്നിട്ട് അവൾ എന്നോട് പറഞ്ഞു, ഞാൻ പുറത്തിറങ്ങി ദേ ഈ ഗ്ലാസ്സിൽ ഇങ്ങനെ ചാരി നിൽക്കുകയാണ്, അപ്പോൾ ആർക്കും ഒന്നും കാണാനൊന്നും പറ്റുകയില്ല, അല്ലെങ്കിലും കാണില്ല, എന്നാലും ഒരു ബലത്തിന്. ഞാനാണെങ്കിൽ മൊബൈലൊക്കെ നോക്കിയിട്ട് അവിടെ നിൽക്കും. എപ്പോഴാണോ ചേച്ചിയുടെ മിടുക്ക് പുറത്തെടുക്കുന്നത്, കാര്യങ്ങൾ കംപ്ലീറ്റ് ആകുന്നത്, ആ സമയത്ത് ഒന്ന് ഗ്ലാസ്സിൽ തട്ടിയാൽ മതി, നമുക്ക് പോകാം. ഇവൻ പിന്നെ ഇത്തിരി പേടിത്തൊണ്ടനായതുകൊണ്ട് ചേച്ചിയുടെ കാര്യം എളുപ്പമാകുമെന്ന് പറഞ്ഞു. എനിക്കും നല്ല സംഭ്രമം ഉണ്ടായിരുന്നു, ചെക്കനുമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാ, ഇവിടെ ഇപ്പോൾ സീനിയർ ഞാനല്ലേ. അതുകൊണ്ട് ഞാൻ അവനോട് മോനെ നീ പോപ്പോ തുടങ്ങിക്കോ എന്നുള്ള ഒരു സിഗ്നൽ ഞാൻ അവന് കൊടുത്തു. അവൻ അത് ഭംഗിയായി ഒരു 5 മിനിറ്റോളം നിർവഹിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി, ഇനിയിപ്പോൾ എൻ്റെ ഒരു രംഗപ്രവേശനം അത്യാവശ്യമാണ്. തേടിപ്പോകേണ്ട കാര്യങ്ങൾ തേടിപ്പോകണം, കണ്ടുപിടിക്കണം. പിന്നെ കർമ്മമണ്ഡലത്തിൻ്റെ നടുത്തളത്തിലേക്ക് ഇറങ്ങണം, കറങ്ങിയാടണം എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. രണ്ടും കൽപ്പിച്ച് ഞാൻ അത് തുടങ്ങുകയും ചെയ്തു. എന്താണെന്നറിയില്ല, നാച്ചുറലി ഞാൻ ഈ കാര്യത്തിൽ ഡിഗ്രി എടുത്തെന്ന് അവൾ പറഞ്ഞത് ശരിയാണ്. എനിക്കത് വളരെ ഭംഗിയായി തുടങ്ങാനും വളരെ ഭംഗിയായി അവസാനിപ്പിക്കാനും പറ്റി. ചെക്കൻ ഒരിക്കലും ഇങ്ങനെ വിചാരിച്ചു കാണില്ല. അതിലും മികച്ചൊരു ഇംപ്രഷൻ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. അതേപോലെ അവനും എനിക്കൊരു നല്ല റേറ്റിംഗും മാർക്കും തന്നെന്ന് തോന്നുന്നു. 15 മിനിറ്റുകൾ ശുഭോദയമായിരുന്നു അന്ന്. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, ചേച്ചി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല, എത്രയും പെട്ടെന്ന് എന്തെല്ലാം സൗഭാഗ്യങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു. ഞാനൊന്നും മിണ്ടിയില്ല. ആക്ച്വലി എൻ്റെ പേടി കുറഞ്ഞു കഴിഞ്ഞിരുന്നു. ചെക്കനാണെങ്കിൽ എനിക്ക് തന്നത് 10K. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ വിചാരിച്ചത് കൂടി വന്നു കഴിഞ്ഞാൽ 1500 അല്ലെങ്കിൽ 2000, പോട്ട് 3000, അതിൽ കൂടുതൽ ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ ചെക്കൻ ചിക്കിരിയുള്ള വീട്ടിലെയാണ്. അപ്പൊ പിന്നെ അവന് ചെറിയ കാര്യങ്ങൾക്കും ഒന്നും നോക്കേണ്ട കാര്യമില്ല, വാരി വിതറുകയല്ലേ. അങ്ങനെ എനിക്കിതിൻ്റെയൊക്കെ ഒരു സാരാംശം മനസ്സിലായി. അവളുടെ കഴിഞ്ഞ് ഞാൻ ക്യാഷ് കൊടുത്തു. അവൾ പാതി എടുത്തു, പാതി എനിക്ക് തന്നു. ഞാൻ പ്രതീക്ഷിച്ചതിലും ഇരട്ടിയുണ്ട്. എനിക്ക് ഒരു നഷ്ടവുമില്ലെന്ന് തോന്നിപ്പോയി മാഡം. പിന്നെ അവൾ പറഞ്ഞതനുസരിച്ചിട്ട് എൻ്റെ മെയിനായിട്ടുള്ള ഒരു കർമ്മമണ്ഡലം ഇത് തന്നെയായിരുന്നു. 1, 2, 3, 4 മാഡം. ഒരു ദിവസം തന്നെ ഞാൻ 3, 4 കാർ പ്രയാണങ്ങൾ നടത്തി. നീതു എൻ്റെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടുണ്ടായിരുന്നു. പിന്നെ വരുന്നവരൊക്കെ ഈ പറഞ്ഞതുപോലെ ഭയങ്കരമായിട്ട് ധൈര്യമുള്ളവരൊന്നുമല്ല. അതും എനിക്കും അവൾക്കും ഒരു തുണയായി. ഇടയ്ക്കൊക്കെ ഫുൾ ക്യാഷും അവൾ എനിക്ക് തരും. അതുകൊണ്ട് എൻ്റെ കടങ്ങളൊക്കെ വീട്ടി. പിന്നെ ഇപ്പോഴെല്ലാം മിച്ച പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാര്യങ്ങൾ നന്നായി പോകുന്നു. പക്ഷേ എൻ്റെ പതിവ്രതാ സ്ഥാനത്തേക്ക് ഞാൻ ആരെയും പ്രവേശിപ്പിച്ചിട്ടില്ല. കാര്യങ്ങൾ ഇതേപോലെയാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ ജീവിതം പച്ച പിടിക്കാൻ തുടങ്ങിയത് ഇപ്പോഴാണ്. മാഡം, ഞാൻ ചോദിക്കുന്നത് ഇത് സേഫ് ആണെന്നാണ് അവൾ പറഞ്ഞത്. ഇപ്പോൾ എണ്ണം കൂടിക്കൂടി വരികയാണ്. ഇത് പൂർണ്ണമായും സേഫ് ആണോ? അവൾ പറഞ്ഞത് വിശ്വസിക്കാൻ പറ്റുമോ? മാഡത്തിൻ്റെ വീഡിയോ ഈ അടുത്ത കാലത്താണ് ഞാൻ കാണാൻ തുടങ്ങിയത്. അപ്പോൾ ഇത് പൂർണ്ണമായും റിസ്ക് രഹിതമാണോ അതോ റിസ്ക് ഉണ്ടാകുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പൂർണ്ണമായ റിസ്ക് ഇല്ലാത്തൊരു കാര്യം നമുക്ക് പറയാനേ പറ്റില്ല. സുരക്ഷിതമല്ലാത്ത ഒരു കാര്യങ്ങളെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാനും പറ്റില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ താരതമ്യേന റിസ്ക് കുറവാണെന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. സിറ്റുവേഷൻ അനുസരിച്ചിട്ട് റിസ്ക് ഏറിയും കുറഞ്ഞും ഇരിക്കും. അതുകൊണ്ട് റിസ്ക് ഇല്ലാത്ത കാര്യം എന്ന് പറയുന്നൊരു കാര്യം ഈ ഒരു കാര്യങ്ങളിൽ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. സൂക്ഷിച്ചും കണ്ടും എപ്പോഴും മുന്നോട്ട് പോവുക. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ചികിത്സയും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് അതിനെ പണ്ടത്തെ പോലെ പേടിക്കേണ്ട കാര്യം ഇല്ല എന്നുള്ളതുണ്ട്. പക്ഷെ പ്രോപ്പറായിട്ട് കറക്റ്റായി ചെക്കപ്പുകളും കാര്യങ്ങളും പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് വൈദ്യസഹായം ഒക്കെ കറക്റ്റ് സമയത്ത് തേടേണ്ടി വരും. അപ്പോൾ ഭയം വേണ്ട, ജാഗ്രത മതി എന്ന് പറഞ്ഞതുപോലെ ജാഗരൂകയായി നിൽക്കുക. എന്നാലും ഇതിനെ നമുക്കൊരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ.